ഹായ് കൂട്ടുകാരെ. അപ്പോൾ നമുക്കിന്ന് ഒരു മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. രോഹു എന്ന് പറഞ്ഞിട്ടൊരു മീനാണ്. അപ്പോൾ നമ്മൾ ഈ വേമ്പനാട്ട് കായലിൻ്റെ സൈഡിൽ ആണല്ലോ താമസിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഈ കായലിലെ ഒരു മീനാണ്, മറ്റേ രോഹു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിവിടെ അതിന് എന്താ പറയാന്ന് എനിക്ക് അറിയില്ല. ഓരോ സ്ഥലത്തും ഓരോ പേരാണല്ലോ ഓരോ മീനുകൾക്ക് പറയാം. അപ്പോൾ ഇത് രോഹു എന്ന് പറഞ്ഞ ഒരു മീനാണ്. ഒറ്റ മീൻ, നല്ല കട്ടി തൊലിയൊക്കെ ഉള്ള മീനാണ്. അപ്പോൾ അത് നമുക്ക് ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. ഒരെണ്ണം ഒരു 3/4 കിലോളം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് 1/2 കിലോ സംതിങ് ഉണ്ട്. അപ്പോൾ നമുക്കതൊന്ന് പെട്ടെന്ന് മുളകിൽ കറി വയ്ക്കാം. അതായത് നമ്മുടെ കോട്ടയം സ്റ്റൈലിൽ പെട്ടെന്നൊരു മുളകിട്ട് മീൻ കറി വയ്ക്കാം. അപ്പോൾ എല്ലാവരും വാ നോക്കാം. അപ്പോൾ ഇതാ നമ്മൾ മീൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും കുടംപുളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉലുവാപ്പൊടി ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ മീൻ കേട്ടോ. പിന്നെ നമുക്ക് പൊടികൾ കണ്ടല്ലോ, നമ്മളെല്ലാം കുറച്ച് മീനേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ച് വീതം എടുത്തിട്ടുള്ളൂ എല്ലാം. ഇതാണ് നമ്മുടെ രോഹു മീൻ കേട്ടോ. നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഉലുവ ഇട്ടിട്ടുണ്ട്. ആ ഉലുവയൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കടുകും കൂടെ ഇടാം. ആ കടുകും കൂടെ ഇട്ട് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇടും. നമ്മൾ ഒരു ദിവസത്തേക്ക് മാത്രം ഉള്ള കറി ആയതുകൊണ്ടാണ് ഞാൻ ചുവന്നുള്ളിയൊക്കെ ചേർക്കുന്നത് കേട്ടോ. ചിലർക്ക് സംശയം ഉണ്ടാവും മല്ലിപ്പൊടിയും ചുവന്നുള്ളിയൊക്കെ ചേർത്താൽ ചീത്തയാവില്ലേന്ന്. പക്ഷേ നമ്മളിത് ഒരു ദിവസം കൂട്ടാനുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ ഉള്ളിയൊക്കെ ചേർത്താൽ കുറച്ചൊരു ടേസ്റ്റ് ഉണ്ടാവും കറിക്ക്. അതുകൊണ്ടാണ് കുറച്ചുകൂടി തിക്നെസ്സും ഉണ്ടാവും മല്ലിപ്പൊടി ചേർക്കുന്നതുകൊണ്ട്. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി നമ്മളതിലേക്ക് ഉള്ളിയൊക്കെ വഴന്നു വന്നപ്പോൾ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. ചട്ടിയിലിട്ടൊരു ഡാർക്ക് ബ്രൗൺ കളർ ആവുന്നത് വരെ മൂപ്പിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അത്യാവശ്യം ഒരു ബ്ലാക്ക് ബ്രൗൺ ആവുന്ന വരെ നന്നായിട്ട് മൂപ്പിക്കും കേട്ടോ മീൻ. അപ്പോൾ നമുക്കൊരു ഡാർക്ക് കളർ കിട്ടും. അപ്പോൾ നന്നായിട്ട് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. പച്ചവെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിക്കുന്നത്. ചിലർ തിളച്ച വെള്ളമൊക്കെ ഒഴിക്കാറുണ്ട്. നമ്മൾ പച്ചവെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. ആ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അത് നന്നായിട്ട് തിളപ്പിക്കുക. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന കുടംപുളി ഉണ്ടല്ലോ, ആ കുടംപുളിയും കൂടെ നമുക്ക് അതിലേക്ക് ചേർക്കാം. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഒന്ന് തിളച്ച് വരുമ്പോൾ ചെറുതായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇടുക. ആ മീൻ കഷ്ണങ്ങളും കൂടെ ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് അതിൻ്റെ പുറത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട്. മൂടി വെച്ച് നന്നായിട്ട് തിളച്ച് വറ്റി വന്നാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള മീൻകറി റെഡി ആയിട്ടുണ്ട്. കോട്ടയം സ്റ്റൈൽ മീൻകറിയാണ്. ഇപ്പോൾ കോട്ടയം മാത്രമല്ല കേട്ടോ, ഇപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെയാണ് മീൻകറിയൊക്കെ വയ്ക്കുന്നത്. അപ്പോൾ ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ കോട്ടയം സ്റ്റൈലെന്ന് കേട്ടോ. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി ഇതൊന്ന് തിളച്ച് വറ്റി വരുമ്പോഴത്തേക്ക് മീൻകറി റെഡിയാവും. അപ്പം എല്ലാവരും ചെയ്തിട്ടില്ലാത്തവരൊക്കെ ചെയ്ത് നോക്കുക. ഇതൊക്കെ ഞങ്ങൾക്കൊക്കെ അറിയാമെന്ന് പറഞ്ഞിട്ട് ആരും എന്നെ കളിയാക്കണ്ട കേട്ടോ. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക കേട്ടോ. താങ്ക്